ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈബർ ടെക് ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു മോഡത്തിൻ്റെ അഡ്മിൻ പേജിൽ എങ്ങനെ ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു മോഡത്തിൻ്റെ അഡ്മിൻ കൺട്രോൾ പാനൽ അല്ലെങ്കിൽ എൻ്റെ പോർട്ടൽ എന്നൊക്കെ പറയാം നമുക്ക്, അല്ലെങ്കിൽ അഡ്മിൻ പേജ് എന്ന് പറയാം. അതിൽ മോഡം റൗട്ടർ എന്തായിക്കോട്ടെ അതിലെങ്ങനെ ലോഗിൻ ചെയ്യാം എന്നുള്ളതിൻ്റെ കുറേ കമൻറ്റ്സ് റീസെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. ഞാൻ പണ്ട് ചെയ്ത വീഡിയോകളുണ്ട്, പക്ഷേ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അതിനുവേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ ഞാൻ കരുതി. സിമ്പിൾ ഒരു ക്വിക്ക് വീഡിയോ ആണ്, എങ്ങനെ മോഡത്തിൻ്റെ അല്ലെങ്കിൽ റൗട്ടറിൻ്റെ അഡ്മിൻ പേജിൽ ലോഗിൻ ചെയ്യാം, എന്തൊക്കെ ഓപ്ഷൻ അവൈലബിൾ ആണെന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ എൻ്റെ ഒരു റൗട്ടറാണ്, മോഡോ അല്ല റൗട്ടറാണ്, രണ്ടും സെയിം മെത്തേഡാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിൻ്റെ വൈഫൈ പാസ്വേഡും അതിൻ്റെ എങ്ങനെ ആക്സസ് ചെയ്യാന്നുള്ളത് എൻ്റെ കണ്ടിൽ ഡീഫോൾട്ട് റൗട്ടർ സെറ്റിങ്സ്. അത് എല്ലാ മോഡത്തിൻ്റെയും അല്ലെങ്കിൽ റൗട്ടറിൻ്റെയും ബാക്ക് സൈഡിൽ ഇത് ഓഫ് കോഴ്സ് ആയിട്ട് ഇത് കാണും. നിങ്ങൾ ആദ്യം ഓൾറെഡി നിങ്ങളുടെ മോഡം ലാൻ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫൈ പാസ്വേഡ് അല്ലെങ്കിൽ വൈഫൈ വഴി കണക്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സൈറ്റിൽ നേരിട്ട് പോയി ആക്സസ് ചെയ്യാം. ഏത് മോഡം ആയിക്കോട്ടെ അതിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ ലോഗിൻ വിൻഡോ കാണും, അല്ലെങ്കിൽ ലോഗിൻ പേജ്, അതിൻ്റെ വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ ലോഗിൻ പോർട്ടലിൻ്റെ അഡ്രസ്സ്, വെബ് അഡ്രസ്സ് കാണും. അതില്ല എങ്കിൽ ഉള്ള സ്റ്റെപ്സ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. ഇങ്ങനെയുള്ള കേസിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ യൂസർ നെയിം പാസ്വേഡും മോഡം ആയിക്കോട്ടെ റൗട്ടർ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗൂഗിൾ ക്രോമിലോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എഡ്ജിലോ പോയിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻ കേസ് നിങ്ങളുടെ മോഡത്തിൻ്റെ ബാക്കിലുള്ള ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഡേറ്റ വെച്ച് നിങ്ങൾക്ക് ആക്സസ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മേ ബി നിങ്ങൾ നേരത്തെ എപ്പോഴെങ്കിലും മാറ്റിയിട്ടുണ്ടാവും പാസ്വേഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ മോഡമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഓപ്പറേറ്റർ ചിലപ്പോൾ നിങ്ങൾ അതിൻ്റെ അഡ്മിൻ ആക്സസ് കൺട്രോൾ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അത് അയാൾ തന്നെ മാറ്റിയിട്ടുണ്ടാകാം. മേ ബി അത് റീസൺ ആയിരിക്കാം. പക്ഷെ നമുക്ക് എങ്ങനെ നോക്കാം. ഇത് നോക്കാൻ പോകുന്നത് നമ്മുടെ ലാപ്ടോപ്പ് നമ്മുടെ ഈ പറയുന്ന റൗട്ടർ അല്ലെങ്കിൽ മോഡത്തിൻ്റെ വൈഫൈയിൽ കണക്റ്റഡ് ആണെങ്കിൽ എങ്ങനെ നമുക്ക് അതിന് അഡ്മിൻ പേജിൽ കയറാൻ പറ്റും എന്നുള്ള ഓപ്ഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. മേക്ക് ഷുവർ നമ്മുടെ ലാപ്ടോപ്പ് ലാൻ വഴിയോ അല്ലെങ്കിൽ വയർലെസ് വഴിയോ വൈഫൈ വഴിയോ നമ്മുടെ മോഡോ റൗട്ടറായിട്ട് കണക്ട് ആയിരിക്കണം. മോഡോ ആണെങ്കിലും റൗട്ടർ ആണെങ്കിലും സെയിം മെത്തേഡാണ്, വ്യത്യാസമൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും മോഡോ എന്ന് പറയുന്നത് നമ്മുടെ കേരള വിഷൻ്റെ ഫൈബർ മോഡമാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏത് ISP ആയിക്കോട്ടെ അതിൻ്റെ ഫൈബർ മോഡത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ഈസിയസ്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വൈഫൈയിൽ ഇപ്പോൾ അല്ലെങ്കിൽ ലാനിൽ കണക്റ്റഡ് ആണെന്ന് കരുതിക്കോ. നിങ്ങൾ സ്റ്റാർട്ട് പോവുക, ഇവിടെ CMD എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പം ഒന്ന് IP കോൺഫിഗ് എടുക്കുക. IP കോൺഫിഗ് എടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഡീഫോൾട്ട് ഗേറ്റ്വേ എന്നൊരു സംഭവം കാണിക്കും. അതായിരിക്കും നിങ്ങളുടെ റൗട്ടറിൻ്റെ IP അഡ്രസ്സ്, അല്ലെങ്കിൽ റൗട്ടറിൻ്റെ അഡ്മിൻ പേജിൻ്റെ IP അഡ്രസ്സ്. ജസ്റ്റ് ഞാൻ കാണിക്കാം. ഇപ്പം ഞാൻ ആ ഡീഫോൾട്ട് ഗേറ്റ് എടുത്ത് പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ റൗട്ടറിൻ്റെ പേജിലോട്ട് ഇത് റീഡയറക്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ 192.168.1.1 നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ റൗട്ടറിൻ്റെ ലാൻഡിംഗ് പേജ് അല്ലെങ്കിൽ അഡ്മിൻ പേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കൊടുത്ത പാസ്വേഡ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ റൗട്ടർ ഫസ്റ്റ് ടൈം സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരു പഴയ പാസ്വേഡ് ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്ററോ അഡ്മിനോ ആയിരിക്കും നമ്മുടെ കവറിൽ, അതിൻ്റെ മോഡത്തിൻ്റെ കവറിൽ വരുന്നത്. ചില സമയങ്ങളിൽ അത് ചോദിക്കും നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം സെറ്റപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യാറുണ്ട്. അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച് ചെയ്ത് പാസ്വേഡ് കൊടുക്കുക. അന്ന് ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കവറിലുള്ള പാസ്വേഡ് എന്താണോ അല്ലെങ്കിൽ മോഡത്തിൻ്റെ ബാക്കിലുള്ള പാസ്വേഡ് എന്താണോ അത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കേസിൽ ഞാൻ തന്നെ അന്ന് തന്നെ എൻ്റെ പാസ്വേഡ് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു കസ്റ്റമൈസ്ഡ് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ പാസ്വേഡാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ അഡ്മിൻ കൺട്രോളിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. കണ്ടില്ല, ഞാനിപ്പോൾ എൻ്റെ റൗട്ടറിൻ്റെ അഡ്മിൻ കൺട്രോളിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇത് സെയിം മെത്തേഡ് ആപ്ലിക്കബിൾ ആണ് നമ്മുടെ മോഡത്തിനും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കും. നിങ്ങളിപ്പോൾ മോഡത്തിനാണെങ്കിൽ നമുക്കിവിടെ കണ്ടില്ലേ ഈ IP കോൺഫിഗ് അടിക്കുമ്പം ഡീഫോൾട്ട് നിങ്ങൾ വയർലെസ് റൗട്ടറിൽ കണക്റ്റഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മോഡത്തിലൊക്കെ വൈഫൈ വഴി കണക്റ്റഡ് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മോഡത്തിൻ്റെ ഗേറ്റ് വേ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് എങ്ങനെ നമുക്ക് ഇതിൻ്റെ ഡീഫോൾട്ട് ഗേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഡീഫോൾട്ട് ഗേറ്റ് വേ കണ്ടുപിടിക്കുന്ന ഒരു അടുത്ത മെത്തേഡ് കൂടെ നമുക്ക് നോക്കാം. സെയിം ഈ ഡേറ്റയാണ് നമ്മളിനിയും വേറൊരു മെത്തേഡ് വഴി കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ സ്റ്റാർട്ട് എടുക്കുക, നെറ്റ്വർക്ക് ടൈപ്പ് ചെയ്യുക. നെറ്റ്വർക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് വ്യൂ നെറ്റ്വർക്ക് കണക്ഷൻസ് എന്നുള്ള ഒരു കാണിക്കും. സെർച്ചിൽ നമുക്ക് വ്യൂ നെറ്റ്വർക്ക് കണക്ഷൻസ്. ഇവിടെ വൈഫൈ നിങ്ങൾ കണക്റ്റഡ് ലാൻ ആണെങ്കിൽ ലാൻ, അല്ലെങ്കിൽ വൈഫൈ ആണെങ്കിൽ വൈഫൈയിലുള്ള ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് കാണിക്കും. അതിനകത്ത് സ്റ്റാറ്റസ് എടുക്കുക, ഡീറ്റെയിൽസ് എടുക്കുക. കണ്ടില്ലേ ഇവിടെ ഡീഫോൾട്ട് ഗേറ്റ് വേ 192.168.1.1. ഇതായിരിക്കും നമ്മുടെ മോഡത്തിൻ്റെ അഡ്മിൻ പേജിൻ്റെ പാത്ത് അല്ലെങ്കിൽ അതിൻ്റെ അഡ്രസ്സ്. പിന്നെ മോസ്റ്റ്
കേസിൽ ഞാൻ കേരള വിഷൻ്റെ ആണ് പറയുന്നത്. മോസ്റ്റ് കേസിൽ ചില സമയത്ത് നമുക്ക് മോഡം നമുക്ക് ISP തരുമ്പം അതിൻ്റെ അഡ്മിൻ കൺട്രോൾ അല്ലെങ്കിൽ അഡ്മിൻ പേജിൻ്റെ പാസ്വേഡ് അവർ തന്നെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ കയറി ചേഞ്ചസ് ഒന്നും വരുത്താതിരിക്കാൻ വേണ്ടി അവർ തന്നെ എഡിറ്റ് ചെയ്ത് അത് മാറ്റിയിട്ടായിരിക്കും തരുന്നത്. ആ കേസിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം റീസെറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമുള്ളൂ. റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നേന്ന് നമ്മൾ അവരെ കൊണ്ട് തന്നെ സെറ്റ് ചെയ്യേണ്ടി വരും ISPയുടെ സെറ്റിങ്സ്. അതല്ലാതെ നമുക്ക് ബാക്കപ്പ് എടുത്തിട്ട് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഒരു മോഡത്തിൻ്റെ ബാക്കപ്പ് എടുത്തിട്ട് റീസെറ്റ് ചെയ്യുന്നതെന്ന്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോഡമെല്ലാം വീണ്ടും സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ബാക്കപ്പ് എടുത്ത ഫയൽ റീസ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കാണണമെങ്കിൽ നിങ്ങൾ ഞാൻ ചെയ്ത വീഡിയോ ഒന്ന് നോക്കിയാൽ മതി. അത് നമ്മുടെ പ്ലേ ലിസ്റ്റിലുണ്ട്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മറ്റുള്ള ഫ്രണ്ട്സും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.